സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ്. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രിയിലേക്ക് എത്തിയേക്കും. കനത്ത ചൂടിനിടെ സർവകാല റെക്കോർഡും ഭേദിച്ച് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം കുതിക്കുന്നു. അതേസമയം നാളെ മുതൽ 3 ദിവസം ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഗോപാൽ ഷീല സനലുണ്ട്. ഗോപാൽ ഷീല സനൽ, സംഭവം പൊരിഞ്ഞ് ഉണങ്ങി കൊണ്ടാട്ടമായി മാറുമല്ലോ. ഒന്ന് പുറത്തു നിന്നാൽ ഗോപാൽ ഷീല സനൽ, ചൂട് ഇനിയും കനക്കുമോ? ഇറങ്ങിയാൽ ഉരുകി ഒലിക്കും എന്നൊരവസ്ഥയാണ് ഡോക്ടർ അരുൺ ഇപ്പോൾ പറയാനുള്ളത്. കാരണം രാത്രിയിൽ കിടന്നുറങ്ങാനും പറ്റില്ല, പകൽ പുറത്തേക്ക് ഇറങ്ങാനും പറ്റത്തില്ല. അതാണ് നിലവിലെ സ്ഥിതി. ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പുകൾ പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ 2 മുതൽ 6 വരെ ഡിഗ്രി ചൂട് പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാൻ സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ കൊല്ലത്ത് 39 ഡിഗ്രിയിലേക്കും കോട്ടയത്ത് 38 ഡിഗ്രിയിലേക്കും ചൂട് ഉയരും എന്നതാണ് അറിയിപ്പിൽ പറയുന്നത്. ഇതുപ്രകാരം 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. ഓക്കെ, ഗോപാൽ ഷീല സനലാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാടും കൊല്ലത്തും ചൂട് കനക്കും എന്നുള്ളതാണ്. അസഹനീയമായി തന്നെ തുടരുകയാണ്. ഒരിക്കൽ കൂടി പറയാം, 50 ഡിഗ്രി സെൽഷ്യസിന്റെ എഫക്റ്റ് ഉണ്ട്. അന്തരീക്ഷ ഈർപ്പത്തിന്റെ അളവ് 80% മുകളിലാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി പ്രത്യേകം കണക്കിലാക്കുക. കുട്ടികളോട് ഒരു കാരണവശാലും ഇനി ഈ സമയം കഴിഞ്ഞാൽ അങ്ങോട്ട് കളിക്കാൻ പോകണ്ടെന്ന് തന്നെ പറഞ്ഞോളൂ. അവരെ ക്ലാസ്സും വീടിന്റെ മുറിക്കുള്ളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചായ്പിന്റെ ഉള്ളിലോ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലങ്ങളിലോ കൊണ്ടുപോയി ഇരുത്തി കളിക്കുക. അവർ പറമ്പിലൊക്കെ ഓടി കളിക്കേണ്ട പിള്ളേരാണ്. പക്ഷേ എന്ത് ചെയ്യാം, അത്രയും വലിയ ചൂടാണ്. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് തടയണം. പല ആളുകൾക്കും സൂര്യാഘാതം ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ മറ്റന്നാളൊക്കെ ചിലപ്പോൾ ഒറ്റപ്പെട്ട ഇടിയോടുകൂടിയ മഴ പെയ്തേക്കാം.